അഞ്ജു ചേച്ചിയുടെ ഇന്റർവ്യൂസ് ആണെങ്കിലും അഞ്ജു ചേച്ചിയുടെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ ചേച്ചി കാണാറുണ്ടോ? കമന്റ്സും കാണും, പക്ഷേ മോസ്റ്റ്ലി എല്ലാരും ഇങ്ങനെ അഞ്ജു അരവിന്ദ് എന്നിട്ട് കുറെ ഹാർട്ടൊക്കെ ഇടും, എനിക്ക് ഇഷ്ടമുള്ള നായിക, നല്ല ചിരിയാണ് അഞ്ജുവിന്റെ, നല്ല കണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലിമെന്റ്സ് അതിനകത്ത് വരും. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നു, അപ്പോഴും ആൾക്കാർക്ക് നമ്മുടെ പഴയ ക്യാരക്ടേഴ്സ് ചെയ്തത് ഓർത്തിട്ടായിരിക്കും അവരുടെ ആ സ്നേഹം ഉണ്ടാവുന്നത്. സോ അതൊരു ബ്ലെസ്സിങ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. എന്താ പറയാ, ഇപ്പൊ അങ്ങനെ കൂടുതൽ സിനിമകളും സീരിയലുകളും ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ അപ്പോഴും ആളുകൾ മറന്നിട്ടില്ല എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ അതൊരു കോസ്മോപൊളിറ്റൻ ക്ലബ്ബാണ്, മലയാളീസ് മാത്രമല്ല നോൺ മലയാളീസും ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് പോയി അവിടെ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, തമിഴിയൻസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ സംസാരിച്ചു, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. എല്ലാവർക്കും ഓണം റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സർപ്രൈസും കൊടുത്തു. നമ്മൾ മാവേലി നാടുവാണിടും കാലം പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്തു സ്റ്റേജിൽ. അതിനുശേഷമാണ് ആളുകളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. അതായത് കുറേ തമിഴിയൻസ്, അപ്പം അവർക്കൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഇപ്പോഴും എന്നെ അവർ ഇഷ്ടപ്പെടുന്നു കാണുമ്പോൾ വിജയുടെ നായിക അവര് ആ ഒരൊറ്റ സിനിമയിലൂടെയാണ് അവർക്കൊക്കെ എന്നെ അറിയുന്നതും. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുമാണ്. ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് റിക്വസ്റ്റ് വന്നിട്ട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷം. ചേച്ചി, നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ചേച്ചി പറഞ്ഞല്ലോ തമിഴിയൻസ് വരെ നമ്മുടെ അടുത്ത് വരുന്നു, ഫോട്ടോ എടുക്കുന്നു. നമ്മൾ അത്ര അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടാണ് നമുക്ക് അത്രയും ഓവർവെൽംഡ് ആയിട്ടുള്ള ഒരു ഫീല് വരുന്നത്. അപ്പോൾ ചേച്ചി അപ്പോഴത്തെ ആ ഒരു മെമ്മറി എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം? ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വിജയ് സാറിന്റെ നായികയായിട്ടാണ് എങ്ങനെയാ സിനിമയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ സിനിമ ഷൂട്ടിന്റെ സമയത്തുള്ള എക്സ്പീരിയൻസ്? അത് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണത്. അപ്പം ഷോർട്ടായിട്ട് പറയാം, ഞാൻ ഗുരുവായൂർ ഷൂട്ടിങ്ങിലായിരുന്നു പാർവതി പരിണയത്തിൻ്റെ. അപ്പോൾ അങ്ങനെ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ലിവിങ്സ്റ്റണും വേറൊരു ടീമും ഫോട്ടോ എടുക്കാൻ വന്നു. വേറൊരു ആർട്ടിസ്റ്റിനെ ഫോട്ടോ എടുത്തു. അതിൻ്റെ കൂടെയാണ് എന്നെ കണ്ടത്. അപ്പം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, കുട്ടിയുടെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഫോട്ടോ എടുത്തു, അത് അവർ കാണിച്ചു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് സൂട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ ആർ ബി ചൗധരി സാറ്, അതായത് സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ ഓണർ ആർ ബി ചൗധരി സാറ് എൻ്റെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പൂവേ ഉനക്കാക സിനിമയിൽ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഫിലിമിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല അത് അത്രയും ഭയങ്കര ഹിറ്റാവുന്നു. പക്ഷെ അത് നല്ല ഹിറ്റായി. നമ്മുടെ ക്യാരക്ടർ അക്സെപ്റ്റഡ് ആയി. ഇപ്പോഴും വിജയുടെ നായിക എന്നൊരു ടൈറ്റിൽ, അങ്ങനെ വിജയുടെ കൂടെ 2 പടത്തിൽ നായികയായിട്ട് ചെയ്യാൻ പറ്റി. വൺസ് മോറിൽ സിമ്രൻ, അതിന് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഞാനും, പിന്നെ സെക്കൻഡ് ഹാഫിൽ സിമ്രൻ എൻ്റെ സിസ്റ്ററായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ മരിച്ചതിന് പ്രതികാരം വെട്ടാൻ വേണ്ടി വന്നൊരു ക്യാരക്ടർ പോലെ അങ്ങനെ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ സിനിമ പോകുന്നു. ഓക്കെ, വിജയ് സാറായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ട്, പക്ഷേ അങ്ങനെ നേരിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും അച്ഛനുമായിട്ട് മെസ്സേജൊക്കെ അയക്കും. ഇപ്പോഴും അവർക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്. എസ്പെഷ്യലി അമ്മയ്ക്ക് ഇന്നും വിജയുടെ ഫേവറേറ്റ് മൂവി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂവേ ഉനക്കാക എന്ന സിനിമ പറയാതിരിക്കില്ല. കാരണം അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് ആന്റി ആ സിനിമയെ. ചേച്ചി ഇപ്പൊ കംപ്ലീറ്റ്ലി ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ? അതെ. ഓക്കെ, അവിടെ ഇപ്പൊ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്? ഡാൻസ് സ്കൂളുണ്ട്. 6 സ്ഥലത്തിൽ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു അപ്പാർട്ട്മെന്റ്, ബാംഗ്ലൂർ തന്നെ 6 സ്ഥലത്ത് സെന്റേഴ്സ്. അതെ. ഓ, അടിപൊളി. ഒരു പബ്ലിസിറ്റി വരെ, ഒരു ജസ്റ്റ് സ്റ്റൈലിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ വന്ന ആകെ ഒരു 12 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഓൾമോസ്റ്റ് 100-120 ഓളം സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സും? ഇല്ല, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സിനിമയും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സീരിയലും കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ അതുകൊണ്ട് എന്താ വെച്ചാൽ മനസമാധാനത്തോടെ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, നമ്മളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് ഭയങ്കര ടയറിംഗ് അല്ലേ നമ്മൾ ഒറ്റയ്ക്ക്? ഇറ്റ്സ് ട്രൂ, ഭയങ്കര ടയറിംഗ് ആണ്. പക്ഷേ ആ ഒരു ടയറിംഗ് എന്നുള്ളൊരു അവസ്ഥയിലും നമുക്കതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്നത് തന്നെ ആദ്യമേ
ഡാൻസും പിന്നെ സിനിമയായിരുന്നു. സിനിമയിൽ ഒരുവിധം ഞാൻ എല്ലാ കാലത്തും നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ പ്രായവും അതാണ്. ലൈക്ക് ഞാൻ ഒരു ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നന്നായിട്ട് കുറേ മൂവീസിൽ ഹീറോയിനായിട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ 50 അടുക്കുന്നു. അപ്പോൾ ഒരു അമ്മ ക്യാരക്ടറായിട്ട് ചെയ്യാനും എനിക്ക് ആപ്റ്റല്ലാന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. ആകെ ചെയ്തത് ജമുന പ്യാരിയിലാണ് ഗായത്രിയുടെ അമ്മയായിട്ട് ചെയ്തത്. അതാണ് എൻ്റെ അമ്മ ക്യാരക്ടർ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അമ്മ ക്യാരക്ടറിനും സൂട്ടബിളായിട്ട് തോന്നുന്നില്ലാത്തത് കൊണ്ടായിരിക്കണം അതിനും വിളിച്ചിട്ടില്ല. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ തട്ടിക്കളിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ സേഫ് സോൺ എന്ന് പറയുന്നത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ പാഷന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അവിടെ ആരൊക്കെയുണ്ട് ചേച്ചി ബാംഗ്ലൂരിൽ? ഹസ്ബൻഡും ഞാനും പിന്നെ എൻ്റെ മോളും അൻവി 12th പഠിക്കുന്നു. 12th പഠിക്കുന്നു. മോളപ്പോ അവിടെ കംപ്ലീറ്റ്ലി എല്ലാരും ബാംഗ്ലൂർ അവിടെ തന്നെ. അപ്പൊ നാട്ടിൽ വരും, ഇടയ്ക്ക് വരും. അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, മക്കളുണ്ട്, സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ട്, ഫാമിലിയൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. ചേച്ചിയുടെ ഡ്രസ്സിങ് എപ്പോഴും ഒരു വ്യത്യസ്ത എന്തെങ്കിലും ഒരു വെറൈറ്റി അതിനകത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ തന്നെ കമ്മല് കണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ആ കമ്മല് അറിയത്തില്ല. അല്ലല്ല, ഇത് അവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ഇടുന്ന. അപ്പൊ എനിക്കൊരു കൗതുകം കൊണ്ട് ഞാനും ഇട്ട് നോക്കിയതാ. എനിക്ക് ചേരുന്നുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ശ്രീനിധി പറഞ്ഞ സ്ഥിതിക്ക് താങ്ക് യു. നല്ല രസമുണ്ട്. താങ്ക് യു. ചേച്ചിയുടെ സിനിമകൾ ഇപ്പം നമ്മൾ മലയാളത്തിൽ എടുക്കുമ്പോൾ കുറേ നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്ത കുറേ സിനിമയുണ്ട്. അപ്പോൾ അഴകിയ സിനിമയ്ക്കകത്ത്, അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമ പറയാണല്ലോ. അപ്പൊ അതിനകത്ത് ആ ഇന്നസെൻസ് ഡയലോഗ് തെറ്റിക്കുമ്പോൾ ചേച്ചിയുടെ ഒരു ചിരിയുണ്ട്, ആ ഷോട്ട്. അപ്പൊ ആ ഷോട്ട് ഷൂട്ട് ചെയ്ത സമയത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കാരണം ജസ്റ്റ് ഒരു ചിരിയാണ്. അന്നൊക്കെ മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്ന് വെച്ചാൽ വിനീത് ഉണ്ടായിരുന്നു. വിനീതിനെ അറിയില്ലേ? ഇപ്പോഴത്തെ ഡയറക്ടർ വിനീത്, ആക്ടർ വിനീത്. അപ്പോൾ ഞാനും വിനീതും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ ഏതാണ്ട് ഒരു ഇതായിട്ട് എപ്പോഴും ഒരുമിച്ചേ നടക്കുള്ളൂ, എപ്പോഴും ഒരുമിച്ചേ ഇരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കണ്ണൂർക്കാരായതും കണ്ണൂരിൽ നിന്നുള്ള ആളുകളല്ലേ. അപ്പൊ ഷൂട്ടിംഗ് സമയത്തൊക്കെ നമ്മൾ ഭയങ്കര, ഇത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, അഴകിയ രാവണന്റെ കാര്യം. കാരണം അഴകിയ രാവണന്റെ സമയത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നു അവിടെ. എല്ലാവർക്കും പേടിയാണ് മമ്മൂക്കയെ. നമ്മൾ വന്നിരിക്കുന്നിടത്ത് മമ്മൂക്ക വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഉടനെ മമ്മൂക്ക നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാൻ, എവിടെ പോകണം അവിടെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ പേടിയോടുകൂടി അവിടെ ഇരുന്നിട്ട് ഞാൻ പിടിച്ച് തിന്നതൊന്നുമില്ല, നിങ്ങളെ കൂടെ ഇരിക്കാൻ വേണ്ടിയില്ലേ ഞാൻ വന്നിരിക്കണത് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവായിട്ട് നമ്മളോടൊപ്പം കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഞാനും വിനീതും കൂടെ. നമുക്ക് രണ്ടുപേർക്കും പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഇപ്പോഴും പേടി തന്നെയാണ്. പക്ഷേ കളിയായിട്ട് പറയാറുണ്ട്, എപ്പോഴും കാണുമ്പോഴൊക്കെ അമ്മയുടെ ഫംഗ്ഷനൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്. മമ്മൂക്കയുടെ കൂടെ എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പത്തേമാരി, അഴകിയ രാവണൻ, സിദ്ധാർത്ഥ, അങ്ങനെ കുറേ സിനിമകൾ. അപ്പം ഞാൻ മമ്മൂക്കടുത്ത് കളിയായിട്ട് പറയുന്നുണ്ട്, ഹിറ്റ് വേണോ എന്നെയും കൂടെ സിനിമയ്ക്ക് തമാശക്ക് ഇങ്ങനെ പറയായിരുന്നു. ആ ലെവല് വരെ മമ്മൂക്ക നമ്മളെ കംഫർട്ട് സോണിലാക്കി എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഴകിയ രാവണൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് നിരവധി ആളുകൾ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നു. എസ്പെഷ്യലി മമ്മൂക്കയാണ്. ബിജു മേനനുണ്ട്, പിന്നെ ഇന്നസെൻ്റ് എല്ലാവരും ഉണ്ട്. അപ്പം ക്രൗഡ് ഒരുപാട് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രൗഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ആളുകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വരാനും അവർ നമ്മളോടിങ്ങനെ സംസാരിക്കാനും ഒക്കെ നോക്കുന്നു, നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ദൂരത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവരെയൊക്കെ മാറ്റി നമ്മളെ സേഫ് സോണിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അത്രയും. അതുപോലെ അവിടെ ബർത്ത്ഡേക്ക് എനിക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് മമ്മൂക്ക. ചെറിയ പ്രായമല്ലേ അന്നൊക്കെ. നിന്റെ ബർത്ത്ഡേ ആണല്ലേ, അപ്പോൾ എൻ്റെ വകയൊന്നും ഇപ്പോൾ ഇല്ല, ഒന്ന് ചോക്ലേറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് അരുണാചലത്തിൽ രജനി സാറിൻ്റെ കൂടെ സിസ്റ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ അല്ല, അത് ന്യൂ ഇയർ ഇതായിരുന്നു. അപ്പോൾ പുള്ളി വീട്ടിൽ നിന്ന് വരുമ്പം കൈ നിറച്ചും ചോക്ലേറ്റ് കൊണ്ടു തന്ന കുറേ കാലം ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കവേഴ്സൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.